ഹലോ ഗൈസ്, വെൽക്കം ടു അനദർ വീഡിയോ. അപ്പോൾ ഇന്ന് ഞാൻ എന്താ പറയുക, എൻ്റെ വീട്ടിൽ എൻ്റെ കാലൊക്കെ ശരിയായതിനു ശേഷം ഞാൻ വീട്ടിൽ നിന്ന് ഹസ്ബൻഡിൻ്റെ വീട്ടിലേക്ക് തിരിച്ചു പോവാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഞാനിത് ഇങ്ങനെ ഒരു വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്യാൻ തന്നെ കാരണം എനിക്കെൻ്റെ മനസ്സിലുള്ള കുറേ ചിന്തകൾ കൊണ്ടാണ് കേട്ടോ. ശരിക്കും നമ്മൾക്കാണോ കൂടുതൽ സങ്കടങ്ങൾ അനുഭവിക്കേണ്ടത്, അതായത് പുരുഷന്മാർക്കാണോ എന്നുള്ളത്. നമുക്ക് നമ്മളെ നാട് വിട്ട് നമ്മളെ നാട്ടുകാരെ പിരിയണം, വീട്ടുകാരെ പിരിയണം, സ്വന്തം ഉമ്മല്ല ഇപ്പല്ല ഓലെ കൂടെ ഒന്നും നിൽക്കാതെ നമ്മൾ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ നിൽക്കുക, വേറെ ലോകമായി. ഇപ്പം ശരിക്കും നമ്മളെ ഹസ്ബൻഡുമാർക്ക് ഇതൊന്നും ഇല്ലല്ലോ. ഓൽക്ക് ഓലെ വീട്ടിൽ നിൽക്കുക, ഓൽക്ക് വേണ്ട പോലെ ഓലന്മാരുടെ ഇടയിൽ ഇപ്പാരുടെ ഇടയിൽ നിൽക്കുക എന്നൊക്കെ. പക്ഷെ നമ്മൾ ഇവിടെ വരുമ്പോൾ നമ്മൾ വേറൊരാളായി, നമ്മളല്ലാതെ തന്നെ ആയി നിൽക്കുന്ന ഒരു സ്ഥലം ഉണ്ടെങ്കിൽ അത് നമ്മളെ ഹസ്ബൻഡിൻ്റെ വീടല്ലേ. അപ്പോൾ ഞാൻ എന്താ പറയുക, കല്യാണം കഴിഞ്ഞ ആൾക്കാരോട് ചോദിക്കുന്നത്, എന്താ പറയുക, ശരിക്കും ആണുങ്ങൾക്കാണോ കൂടുതൽ സങ്കടം പെണ്ണുങ്ങൾക്കാണോ? ആണുങ്ങൾക്ക് സങ്കടം ഉണ്ടാവും. ഓൽക്കോല് മിഡിൽ ക്ലാസ് ഫാമിലി ആയതുകൊണ്ട് തന്നെ മിഡിൽ ക്ലാസ് ഫാമിലിയിലാണ് ആണുങ്ങൾക്ക് കാരണം ഓൽക്ക് ലോണ് അത് ഇത് ഒരു കുടുംബം കൊണ്ടുപോകാനുള്ള ഒരു ഗതിയുടെ ഓൽക്ക് എല്ലാം ഉണ്ടാവും, പൈസ പ്രശ്നം ഉണ്ടാകുമ്പോൾ. പക്ഷെ മറ്റുപടി നോക്കുമ്പോൾ ഓൽക്ക് എന്തുകൊണ്ട് ഹാപ്പിയാണ്. നല്ലൊരു ജോലി, നല്ലൊരു പൈസ ഒക്കെ കിട്ടുന്നതുണ്ടെങ്കിൽ ഓൽക്ക് ഒരു സങ്കടം പെടണം. കാരണം ഓരോ വീട്ടിൽ തന്നെ നിൽക്കണം, ഓരോ നാട് വിടണ്ട, വീട് വിടണ്ട, രാവിലെ 10 മണിക്ക് നീച്ച് നമ്മളെമാതിരി പെറുക്കിണ്ടാക്കി പണിയെടുക്കണ്ട, കഷ്ടപ്പെടണ്ട, ജോളിയായിട്ടിരിക്കുക അല്ലേ. പക്ഷെ നമ്മളങ്ങനെയല്ലല്ലോ. നമ്മളൊരു പ്രായം കഴിഞ്ഞാൽ വേറൊരു വീട്ടിലേക്ക് പോവുകയാണ്. അവിടെ എത്തി നമ്മൾ ടോട്ടലി ആകെ മാറും. നമ്മളെ വീട്ടിൽ നിന്ന പോലെ ഒന്നല്ല അവിടെ ചെല്ലുമ്പോൾ, ആകെ മാറല്ലേ. അപ്പോൾ എനിക്ക് എപ്പോഴും ഞാൻ ആലോചിക്കുന്ന ഒരു കാര്യം കേട്ടോ. ശരിക്കും നമ്മൾ പെൺകുട്ടികൾക്കല്ലേ, എസ്പെഷ്യലി കല്യാണം കഴിഞ്ഞ് പെൺകുട്ടികൾക്കല്ലേ ജീവിതത്തിൽ കൂടുതലേറെ സങ്കടങ്ങളുള്ളത്. അപ്പം എൻ്റെ ഈ വീഡിയോ കാണുന്നത് ആരായാലും ജസ്റ്റ് ഒന്ന് എന്താ പറയുക, ജസ്റ്റ് ഒന്ന് കമൻ്റ് ഇടുക. ആണുങ്ങളായിക്കോട്ടെ പെണ്ണുങ്ങളായിക്കോട്ടെ, ആരാണ് കാണണമെങ്കിൽ, ബോയ്സ് ഓർ ഗേൾസ് കാണുകയാണെങ്കിൽ എൻ്റെ വീഡിയോക്ക് താഴെ ഒന്ന് കമൻ്റ് ഇടൂ. എന്തൊക്കെയാണ് ബാക്കിയുള്ളവരുടെ സങ്കടങ്ങൾ എന്നൊക്കെ ഒന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. സോ എൻ്റെ ഒരു ചിന്ത ഈ ഗതിയിലാണ്. ഓൽക്കോലന്മാരുടെ അടുത്ത് നിൽക്കുക, ഈ വാപ്പാരുടെ അടുത്ത് നിൽക്കുക, ഒന്നും വേണ്ട. ഓൽക്ക് പൈസ ഇല്ല എന്നുള്ളൊരു ടെൻഷനും മാത്രമല്ലാതെ വേറൊരു ടെൻഷൻ എൻ്റെ ഒരു ഇതിൽ ഞാൻ കാണില്ല കേട്ടോ. അപ്പോൾ ഇതിനെക്കുറിച്ച് എനിക്ക് അങ്ങനെയാണ് തോന്നിയത്. കാരണം നമ്മൾ അനുഭവിക്കുന്ന സങ്കടത്തിൻ്റെയും ടെൻഷൻ്റെയും ഒരു പരിധിയൊന്നും ഓൽക്ക് ഉണ്ടാവില്ല. കാരണം നമുക്കൊരു ദിവസം വയ്യാതായാൽ പോലും നമ്മളെ നോക്കാൻ ആരുമില്ല. ജസ്റ്റ് എന്താ പറയുക, നമ്മൾ തന്നെ എന്താ പറയുക ഒക്കെ ഉണ്ടാക്കണം, തുടക്കണം, അടിക്കണം. നമുക്ക് എത്ര തന്നെ വയ്യെങ്കിൽ നമ്മൾ തന്നെ ഇതെല്ലാതും ചെയ്യേണ്ടി. പക്ഷെ ഓൽക്ക് വയ്യെങ്കിൽ നമ്മൾ നോക്കാൻ നമ്മളുണ്ടാവില്ലേ, എങ്ങനെ വേണമെങ്കിലും നമ്മൾ നോക്കൂലേ. അപ്പോൾ ഇനിയിപ്പോൾ എന്തൊരു കാര്യത്തിലാണെങ്കിലും ഇപ്പോൾ രാവിലെ നേരത്തെ എണീക്കണം, കുട്ടികളെ പറഞ്ഞയക്കണം, കുട്ടീനെ നോക്കണം, വീട്ടിലത്തെ പണിയൊക്കെ തീർക്കണം. മറ്റേ ഒരു ഡയലോഗ് ഉണ്ടല്ലോ, എന്താ പറയുക, വെച്ച് വിളമ്പിയും അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഡയലോഗ് ഉണ്ടല്ലോ. ശരിക്കും എനിക്കറിയില്ല, ശരിക്കും അതേപോലെയല്ലേ നമ്മൾ ഏതൊരു പെണ്ണുങ്ങളുടെ ജീവിതമാണെങ്കിലും. അപ്പോൾ എന്താണ് ഇതിനെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കണമെന്നൊക്കെ എനിക്കറിയാൻ ഭയങ്കര പൂതിയുണ്ട് കേട്ടോ. സോ അപ്പോൾ എല്ലാവരും എന്താ പറയുക, വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക മറക്കരുത് കേട്ടോ. ഇനിയും ഇതേപോലത്തെ കുറേ ചിന്തകളൊക്കെ വരാൻ നിൽക്കുന്നുണ്ട് കേട്ടോ. സോ ഞാനിങ്ങനൊരു കല്യാണം കഴിഞ്ഞ് ഞാൻ 2 വർഷമായിട്ടുള്ളൂ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ. പക്ഷേ എന്താ പറയുക, നമുക്കൊരു സമാധാനമില്ല. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ ഓക്കെ, ബൈ.